ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 13:33 നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ശ്രദ്ധയുള്ളവരും ഉണർവുള്ളവരുമായി സമയത്തെ ദൈവത്തിൻ്റെ പദ്ധതിക്കിണങ്ങുന്ന വിധത്തിലൊന്ന് രൂപാന്തരപ്പെടുത്താനുള്ള അഭിഷേകം പ്രാർത്ഥിക്കാം. കർത്താവേ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഞങ്ങൾ ജാഗ്രതയോടെ ഉണർവോടെ ആയിരിക്കേണ്ടതെന്നും ഞങ്ങളെ പഠിപ്പിക്കുക. സമയം ദൈവത്തിൻ്റെ ദാനമാണെന്നും ആ ദൈവിക ദാനത്തെ വേണ്ടും വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അഭിഷേകം ഞങ്ങൾക്ക് വേണമെന്നും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നാഥ, അനുഗ്രഹിച്ചാലും. അമ്മേ മാതാവേ, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീതമായ ആത്മീയ പ്രയാണത്തിൽ ഞങ്ങളെ ഉണർവോടെ ശ്രദ്ധയോടെ ഒപ്പം നടന്നമ്മ നയിക്കണമേ. ഈശോയിൽ പ്രിയമുള്ളവരെ, രണ്ട് മർമ്മപ്രധാനമായ ചിന്തയിലേക്ക്, ആഗ്രഹത്തിലേക്ക്, വിചാരത്തിലേക്ക് നിങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. ശ്രദ്ധയുള്ളവരായിരിക്കണം, ഉണർവുള്ളവരായിരിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതമെന്ന് പറയുന്നത് ഈ പുതുകാലത്തിൽ വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു വിഷയമാണ് ശ്രദ്ധ. ഒരുപക്ഷെ നമുക്ക് ഏറെ പരിചിതമായ ഒരു പുതിയ കാലത്തിൻ്റെ വാക്കായിട്ട് പോലും അശ്രദ്ധ മാറിയിരിക്കുക. വളരെ ലാഘവത്തോടു കൂടിയിട്ട് ഇങ്ങനെ കടന്നു പോകുകയാണ്. അത് ഉത്തരവാദിത്തങ്ങളുടെ മേഖലയിലാകാം, തൊഴിലിടങ്ങളിലാകാം, എല്ലായിടങ്ങളിലും ഇന്ന് ഏറി വരുന്ന ഒരു അപകടത്തിൻ്റെ സൂചനയെ തമ്പുരാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. പലപ്പോഴും വഴിയോരത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരേണ്ട മാറ്റം, വരുത്തേണ്ട മാറ്റം ശ്രദ്ധയുള്ളവരായിട്ട് കടന്നു പോവുക എന്നതാണ്. ഏറ്റവും നല്ല ഉദാഹരണം നല്ല സമറിയാക്കാരൻ്റെ ഉപമയോട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പുരോഹിതനും ഒരു ലേവായനും ഈ സമറായൻ്റെ ജീവിതത്തിൻ്റെ മുറിവേറ്റ ഇടങ്ങളെ കണ്ടിട്ടും കാണാതെ കടന്നു പോകുമ്പം അവിടെ തിരുവചനം പറയാതെ പറഞ്ഞൊളിപ്പിച്ചൊരു ആത്മീയ വിചാരം, അവർ ശ്രദ്ധയില്ലാത്തവരായി. ഈ സമറിയക്കാരൻ നല്ല സമറിയക്കാരനായി മാറിയത്, ഞാൻ ഈ വചനം വായിച്ചപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, വഴിയാത്രക്കാരൻ വിശുദ്ധനായി മാറിയ ഒരു ചിന്തയാണ് നല്ല സമറിയക്കാരൻ്റെ ജീവിതകഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. ഈ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോയവനെ, മുറിവേറ്റവനെ സഹായിക്കാൻ സന്നദ്ധമാകുന്ന ഒരു വ്യക്തിജീവിതം ചരിത്രത്തിൽ ഒരിടത്തും ശ്രദ്ധിക്കപ്പെടാതെ വെറുതെ കടന്നു പോകേണ്ട ഒരു ജീവിതം ഒരൊറ്റ നിലപാട് കൊണ്ട്, ഒരൊറ്റ കാഴ്ചപ്പാട് കൊണ്ട്, ഒരൊറ്റ തീരുമാനം കൊണ്ട് അവൻ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഇന്ന് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാണിക്കണേ. എന്നാൽ ഈ ചുറ്റുപാടിൻ്റെ ശ്രദ്ധയിലേക്ക് ജീവിതത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമത്തിൻ്റെ ഇടയിൽ നഷ്ടപ്പെടുന്നത് അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ ഒരു പിടി ബോധ്യങ്ങളാണ്. നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തും പുതിയ തലമുറ. അവരുടെ നിലപാടുകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവർ വസ്ത്രത്തിലും ഭക്ഷണത്തിലും അവരുടെ ശരീരത്തോട് ബന്ധപ്പെടുത്തിയുമൊക്കെ എടുക്കുന്ന നിലപാടിൽ കാണിക്കുന്ന വൈകൃതങ്ങളും വൈവിധ്യങ്ങളും, ഇവയെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്നത് വല്ലാത്തൊരു ഭാരമാണ്. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ക്രമത്തോടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട കിടക്കണേ. നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ഒരു പരിധി വരെ ജീവിതത്തിൽ ക്രമമുള്ള വ്യക്തിയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ പിതാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ചത്, വേർ ദർ ഈസ് ഓർഡർ ദർ ഇസ് ഗാഡ്, വേർ ദർ ഇസ് ഡിസോർഡർ ദർ ഇസ് ഡെവിൾ. എവിടെ ക്രമമുണ്ടോ അവിടെ ദൈവമുണ്ട്, എവിടെ ക്രമരാഹിത്യമുണ്ടോ അവിടെ പിശാചുണ്ട്. ഇന്ന് ഈ കെയോസ് എന്ന് പറയുന്ന ഒരു ഇടത്തേക്ക്, ഒരുപക്ഷെ ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായത്തിൽ കാണും പോലെ ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരാവൃതവുമായിരുന്നു. തെല്ലൊന്നു മാറ്റിപ്പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറ രൂപരഹിതവും ശൂന്യവും അന്ധകാരത്തിൽ ആവൃതവുമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനം തേടി അന്വേഷണത്തിൽ നാം എത്തുക, അത് അശ്രദ്ധയിലാണ്. ഒന്നും ഗൗരവത്തിലെടുക്കാനായിട്ട് സന്നദ്ധമല്ല.
ഒന്നും താല്പര്യത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് മനസ്സില്ല. ഈ കഴിഞ്ഞ നാളിൽ ഒരു വിദ്യാലയത്തിൻ്റെ മുൻഭാഗത്ത് എഴുതി വച്ചിരിക്കുകയാണ്, പഠന പിന്നോക്ക ശാക്തീകരണ ശിബിരം. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്. ഞാനും വിചാരിച്ചു, ദൈവമേ ഇത് എന്താ സാധനം? പഠന പിന്നോക്ക ശാക്തീകരണ ശിബിരം. അതിൻ്റെ പിന്നാമ്പുറം തേടിയപ്പം അവർ പറയാണ്, 5ലും 10ലും ഇടയിലുള്ള കുട്ടികൾക്കിടയിൽ അക്ഷരമറിയാത്ത 180 കുട്ടികൾ, ഒരു 500 പിള്ളേർ, 2000 പിള്ളേർ പഠിക്കുന്ന സ്കൂളിലുണ്ടെന്ന്, അക്ഷരം വായിക്കാനറിയാത്ത കുഞ്ഞുങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ആ പ്രോഗ്രാമിനിടേണ്ട പേര് അക്ഷരം അറിയാത്ത കുട്ടികൾക്കുള്ള ക്യാമ്പെന്നാണ്. അതിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നാലാളുടെ മുമ്പിൽ നമ്മൾ കണ്ട ഭയങ്കര സംഭവമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, പഠന പിന്നോക്ക ശാക്തീകരണ ശിബിരം. കോവിഡ് എന്ന മഹാമാരിയുടെ ഒരു തുടർച്ചയായിട്ട്, ആഫ്റ്റർ ഇഫക്റ്റ്, പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് എന്നൊക്കെ വിളിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾ അക്ഷരം മറന്നുപോയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ മറന്നുപോയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ ഇന്ന് പകലും രാത്രിയും തമ്മിലുള്ള വ്യതിരക്തതകളെക്കുറിച്ചുള്ള അവബോധങ്ങളില്ലാതായി മാറിയിരിക്കുന്നു. രാത്രിയിൽ ഏറെ വൈകി ഉറങ്ങുകയും പകലേറെ വൈകി ഉണരുകയും ചെയ്യുന്ന, തികച്ചും അലക്ഷ്യമായിട്ട് ജീവിച്ച് കടന്നു പോകുന്ന, എന്തേ ഭാവിയുടെ ലക്ഷ്യമെന്നൊക്കെ ചോദിക്കുമ്പം അത് വരുന്നത് പോലെയൊക്കെ കാണാം. വേറെ ചിലരൊക്കെ പറയണത് ആലോചിച്ചുകൊണ്ടിരിക്കുക. വേറെ ചില ആളുകൾ പറയുന്ന ഒഴുകഴിവിൻ്റെ ഭാഷ നോക്കട്ടെ എന്ന് വെച്ചാൽ, അതിനെയൊന്ന് ശ്രദ്ധിക്കാനായിട്ടും ഏകാഗ്രതയോടുകൂടിയിട്ട് കണ്ടെത്താനായിട്ടുമുള്ള ഒരു സാധ്യതയെ വല്ലാണ്ട് അപകടപ്പെടുത്തി കഴിഞ്ഞപ്പം എഫെസൂസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 നമ്മളോട് ഇങ്ങനെ പറയും, ഉറങ്ങുന്നവരെ ഉണരുവിൻ, മരിച്ചവരെന്ന് എഴുന്നേൽക്കുക, നിങ്ങൾ അവിവേകികളെപ്പോലെയാകരുത്, വിവേകികളെപ്പോലെ ആയിരിക്കണം, ശ്രദ്ധിക്കണം. എന്നിട്ട് പറയാണ്, തിന്മയുടെ ദിനങ്ങളാണ്, സമയം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം. നമ്മളിങ്ങനെ ഒരു ഒഴുക്കിനൊത്തു നീന്തിക്കടന്നു പോകുന്നവരായിട്ട് മാറുമ്പം വ്യത്യാസത്തിൻ്റെ വ്യതിരക്തതയുടെ ഒരു 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 വഴിയിലേക്ക് ആരെങ്കിലുമൊക്കെ ചുവട് മാറ്റിയില്ലെങ്കിൽ, ശ്രദ്ധയില്ലാതെ കടന്നുപോയാൽ അപകടമാണ്. ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ ദുരന്തങ്ങൾ വരുത്തി വയ്ക്കുക. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പം ഒരു തെറ്റും ചെയ്യാതെ വഴിയോരത്തൂടെ കടന്നുപോയൊരു പാവം മനുഷ്യൻ, സിഗ്നൽ നോക്കി മാത്രം സൈക്കിൾ ചവിട്ടി കടന്നു പോകുന്ന ഒരു പാവം മധ്യവയസ്കൻ, അദ്ദേഹം ഇങ്ങനെ ചുവന്ന സിഗ്നൽ കണ്ട് ധൈര്യപൂർവ്വം കടന്നപ്പം ഒരു കാറ് വന്ന് അടിച്ച് അയാളെ തെറിപ്പിച്ച് കളഞ്ഞു. എത്രയോ ഭയാനകമായിട്ടുള്ള ഒരനുഭവമാണ് എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയുള്ളവരാകാനായിട്ട് തമ്പുരാൻ പറയും. ശ്രദ്ധയും ദൈവവുമായിട്ട് ബന്ധമുണ്ട്, ശ്രദ്ധയും ആത്മീയതയുമായിട്ട് ബന്ധമുണ്ട്. ശ്രദ്ധ എന്നൊക്കെ പറയണത് ഒരു ലൗകിക മാനത്തേക്കാൾ അപ്പുറം ഒരാത്മീയ മാനമാണെന്ന് ഞാൻ കരുതുന്നത്. എന്ന് വെച്ചാൽ, അവരെൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാകാൻ വേണ്ടി ഞാനെടുക്കുന്ന നിലപാടിനെ ശ്രദ്ധ എന്ന് വിളിക്കാം. അവരെൻ്റെ ആവശ്യത്തിലേക്ക് എൻ്റെ ക്യാമറ കണ്ണുകളെയും എൻ്റെ ആവശ്യങ്ങളെയും ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുന്ന കർമ്മം എന്ന് ശ്രദ്ധയെ വിളിക്കാം. മറ്റൊരുവൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചെയ്യേണ്ടതും കൊടുക്കേണ്ടതും ആയിരിക്കേണ്ടതുമായ നിലപാടിലേക്കൊക്കെ മാറുക എന്നൊക്കെ പറയും. ഇന്നിപ്പം പറഞ്ഞറിയുന്ന മാത്രം സംസ്കാരത്തിൽ ഈ ശ്രദ്ധയുടെ ഭാവങ്ങൾ തുലം നഷ്ടമായിരിക്കണം. കുഞ്ഞിന് വിശക്കുന്നുവെന്ന് പറഞ്ഞറിയുന്ന കാലത്തെ കുഞ്ഞിന് വേണ്ടും വിധം ഊട്ടുവെന്ന് ഒരമ്മയും തീരുമാനമെടുക്കാറില്ല. കുഞ്ഞിൻ്റെ ഭാവവ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അമ്മ ചിലപ്പം അതിലിടപെടും. ഇനി ശ്രദ്ധിക്കാൻ സഹായകമാകുന്ന ചില ചിന്തകൾ കൂടെ നമ്മുടെ മനസ്സിലൊന്ന് പതിപ്പിക്കണം, നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ലൂക്കാസ് സുവിശേഷം 21:34 പറയും, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം കെണി പോലെ വരികയും ചെയ്യും. ശ്രദ്ധയുടെ മേഖലയിൽ ഒരാൾക്ക് കുറവ് വന്നു കഴിയുമ്പം അവരെത്തുന്ന അപകടത്തെ ലൂക്കാസ് സുവിശേഷകൻ പറയാണ് സുഖലോലുപത. പിന്നെ ഈസി ലൈഫിൻ്റെ ഒരാഗ്രഹം. 2, മദ്യാസക്തി, ആഘോഷം സമം മദ്യം എന്ന നിലവാരത്തിലേക്ക് മാറും. 3-ാമത്തേത് ജീവിത വ്യഗ്രത, ഇങ്ങനെ പാഞ്ഞ നടക്കുകയാണ്, ജീവിക്കാൻ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്കെത്തും. ഇനി ഈ ശ്രദ്ധയെ സഹായിക്കാനുള്ള 2-ാമത്തെ കാര്യം, രക്തസാക്ഷികളുടെ ജീവിതം പോലും ഈ ശ്രദ്ധാപൂർവകമുള്ള ദൈവിക പ്രമാണങ്ങളുടെ ജീവിതമായിരുന്നുവെന്ന് വെളിപാട് പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ വചനം പറയും. എന്ന് വെച്ചാൽ, ഒരു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയുടെ ജീവിതം പഠിപ്പിക്കുകയാണ്. അത് വളരെ
ശ്രദ്ധയുള്ള ജീവിതമാണ്. ഏറ്റവും അടുത്തെങ്ങനെ തമ്പുരാനെ അനുകരിക്കാം, അനുഗമിക്കാമെന്ന് തൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ വെളിപ്പെടുത്തുന്നു. അതാണ് വെളിപാട് പുസ്തകത്തിലെ ആ തിരുവചനത്തിൻ്റെ ആത്മാവ്. വീണ്ടും മൂന്നാമത് ശ്രദ്ധയെ ആഴത്തിൽ പതിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകം, ശ്രദ്ധയെന്ന് പറയണത് തുടർച്ചയായിട്ടുള്ള ഒരു ആത്മീയ പ്രവൃത്തിയാണ്, ഒരു പ്രാർത്ഥന പോലെ, ഒരു പ്രാർത്ഥന പോലെ. ലൂക്കാ സുവിശേഷം 21:36 പറയും, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണർവോടെ ഇരിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഉണർവും പ്രാർത്ഥനയും തമ്മിൽ ബന്ധമുണ്ട്. അത് ഗത്സമനയിൽ കാണാൻ പറ്റും. ഉണർന്നാലേ പ്രാർത്ഥിക്കാനാവൂ, പ്രാർത്ഥിച്ചാലേ പ്രതിസന്ധികളെ അതിജീവിക്കാനാവൂ, എങ്കിലേ സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്താനാവൂ. ഇങ്ങനെ വരുന്നത് പോലൊക്കെ നോക്കാം, ഒത്താലൊത്തു എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് നിന്ന് വ്യത്യാസപ്പെട്ട് ചിന്തിക്കണം. തൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ട് കഴിഞ്ഞപ്പം സങ്കടത്തോടു കൂടിയിട്ട് ആ 7-ൻ്റെ കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന ഒരു ചെറുപ്പക്കാരൻ വീടിൻ്റെ മുറ്റം അലങ്കോലപ്പെട്ടിരിക്കുന്നു. അയാളിങ്ങനെ മനസ്സിൽ പറഞ്ഞു, അവളുണ്ടായിരുന്നപ്പം ഇങ്ങനെ ആയിരുന്നില്ല. അകത്തേക്ക് കയറി ചെല്ലുമ്പം സെറ്റിയും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ ആകപ്പാടെ വലിച്ചു വാരി ഡിസോർഡറായിട്ട് കിടക്കണം. വീണ്ടും അയാൾ മനസ്സിൽ കുറിച്ചു, ഓർത്തെടുത്തു, അവളുണ്ടായിരുന്നപ്പം ഇങ്ങനെ ആയിരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് അയാൾ അറിയാവുന്നതുപോലെ ഭക്ഷണമൊക്കെ പാചകം ചെയ്തും അറിയാവുന്ന വിധത്തിൽ അവരെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ സഹായിച്ചുമൊക്കെ അവർക്കൊപ്പം നിൽക്കുമ്പം ആ കുഞ്ഞുങ്ങൾ പറയണം, അമ്മ ഉണ്ടാക്കുമ്പം പയറുകറിക്ക് ഇതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, അമ്മ പറഞ്ഞു തന്നപ്പം കണക്കെനിക്ക് മനസ്സിലാകുമായിരുന്നു. ഒരുപക്ഷെ ഈ മനുഷ്യൻ പറയാണ്, ഒരു കുടുംബത്തിൽ ഇത്രമാത്രം കരുതലോടെ ശ്രദ്ധയോടെയായിരുന്ന എൻ്റെ പങ്കാളിയുടെ ആ അസാന്നിധ്യമാണ് എൻ്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം. ഇനി സമയത്തോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ടൈം ഈസ് പ്രഷ്യസ്. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സെക്കൻഡിനും മിനിറ്റിനും കണക്ക് പറയേണ്ടതായിട്ടുണ്ടെന്ന തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മൾ പരിശോധന നടത്തുമ്പം സമയത്തെ കൃത്യതയോട് കൂടിയിട്ട് ഉപയോഗപ്പെടുത്തണം. ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് സഭാപ്രസംഗം ഓർമ്മപ്പെടുത്തും. അത് വിതയ്ക്കാനും കൊയ്യാനും നടാനും ഒക്കെ വ്യത്യാസപ്പെട്ട സമയമുണ്ട്. നമ്മൾ ഈ സമയത്തെ ഒന്ന് പ്ലാൻ ചെയ്തേ. ഒരു പ്ലാനിങ്ങും ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. വിദ്യാർത്ഥികളോടൊക്കെ ചോദിക്കും, പരീക്ഷ അടുക്കാറാകുമ്പോഴെങ്കിലും ടൈം ടേബിൾ വല്ലതും ഉണ്ടോ? ഓ, ഒന്നുമില്ല, ചുമ്മാ. എന്താ പഠിക്കണേ? എന്തൊക്കെയോ പഠിക്കുന്നു. കുറച്ച് നേരം സയൻസ് പഠിക്കും, പിന്നെ ബയോളജി പഠിക്കും, പിന്നെ കണക്ക് പഠിക്കും, പിന്നെ ഇംഗ്ലീഷ് പഠിക്കും, പിന്നെ ചിലതൊക്കെ പഠിച്ചതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വെറുതെ അലക്ഷ്യമായിട്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പറയണത് കുഞ്ഞുങ്ങൾ പോലും ഒരു ദിവസം 6 to 8 hours 6-8 മണിക്കൂറൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മൊബൈൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. സമയത്തെ കൃത്യതയോടും കൃപയോടും ഒന്ന് കൈകാര്യം ചെയ്യാൻ പഠിച്ച് ഈ ശ്രദ്ധയോടെ ഉണർവോടെ ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റിസൾട്ടാണ് സമയത്തെ ആരോഗ്യകരമായിട്ടും അനുഗ്രഹീതമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന അഭിഷേകം. അതുകൊണ്ട് ആത്മീയ പിതാക്കന്മാർ പറയും, സമയത്തെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നവർ, സമയം കളയാതിരിക്കുന്നവർ ചെയ്യുന്നത്, അവർ പ്രയോറിറ്റി ജീവിതത്തിൽ വയ്ക്കും. പ്രയോറിറ്റി വയ്ക്കും. എന്താ ആദ്യം ചെയ്യേണ്ട കാര്യം, എന്താ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഒരു പ്രയോറിറ്റി ഉണ്ടാവും. കൊളോസ്സോസ് ലേഖനം 3:2 പറയുന്നുണ്ട്, ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ. അപ്പം പ്രയോറിറ്റി കൺസേൺ ഉണ്ടാവും. രണ്ടാമതൊരു കാര്യം, അവർക്ക് ജീവിതത്തിൽ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഉണ്ടാവും. സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പ്ലാൻ ചെയ്യും. അല്ലാതെ സാഹചര്യത്തോട് സമ്മർദ്ദമായിട്ടല്ല അവരുടെ പ്ലാനിങ് ഉണ്ടാവുക. സുഭാഷിതം 14:8 ആ വചനം ഓർമ്മപ്പെടുത്താണ്, തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാൻ്റെ വിവേകം. അവനവൻ്റെ മാർഗം കൃത്യമാക്കി വെച്ചിരിക്കുക. മൂന്നാമത്തെ കാര്യം, വിവേകത്തോടെയാണ് സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. വിവേകത്തോടു കൂടി. എഫെസ്യോസ് ലേഖനം 5:15-16 പറയും, വിവേകികളെപ്പോലെ, വളരെ വിവേകികളെപ്പോലെ. അതായത് ഓരോ ചുവടിലും താല്പര്യവും ശ്രദ്ധയും ഉപയോഗത്തിൽ നിഷ്ഠയും. നാലാമത്തെ കാര്യം, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. മത്തായി സുവിശേഷം 6:33. ഇതാണ് ആത്മീയത. ഇതാണ് ആത്മീയത. ശ്രദ്ധ വേണം, ജാഗ്രത വേണം, ഉണർവ് വേണം, എന്നിട്ട് സമയത്തെ ക്രമീകരിക്കണം. ഇത്രയും ചെയ്താൽ നാം ഒരു അത്ഭുതമായി മാറും. അത്ഭുതം എന്നൊക്കെ പറയണത് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടും വിധത്തിൽ ചെയ്യുന്നതോ ചെയ്യാൻ ഇടയാകുന്നതോ ചെയ്യാൻ ദൈവത്തിൻ്റെ ഇടപെടൽ വഴി കൃപ ലഭിക്കുന്നതുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ. വെറുതെ ഒരു ജീവിതമല്ലത്, വില കൊടുത്ത് നേടപ്പെട്ട ജീവിതം.
രക്തം വിലയായി കൊടുത്ത് തമ്പുരാൻ നേടിയത് നഷ്ടമാകാനിടയാക്കല്ലേ. കരുണ കാണിക്കണം. ശ്രദ്ധയോടെ ഉണർവോടെ ഞങ്ങൾ വ്യാപരിക്കട്ടെ. ചത്തേ ചതഞ്ഞു എന്ന് പറഞ്ഞല്ല, ഒത്താൽ ഒത്തു എന്ന് പറഞ്ഞല്ല, സമയമില്ല, സമയം പോരാ, സമയത്ത് വരണേ, സമയത്ത് ചെയ്യണേ എന്നൊക്കെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് കാലം മാറുമ്പം ഞങ്ങളെ മാറ്റി ചിന്തിക്കാൻ സഹായിക്കണേ. ഈശോ അനുഗ്രഹിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.